അപ്പോൾ എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു 10 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് അവന് ബുള്ളിങ് വരാൻ തുടങ്ങി. സ്കൂളിൽ എല്ലാവരും നിൻ്റെ ഉമ്മ ഇതല്ല, നിൻ്റെ ഉമ്മ വേറെയാണ്. കാരണം ഇവൻ സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാർ ബുള്ളി ചെയ്യുമ്പോൾ ഇവൻ വീട്ടിൽ വന്നിട്ട് ഉമ്മ അതെന്താ ഉമ്മയല്ല എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, വേറെ ആളാണ് എൻ്റെ ഉമ്മ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ അത്? ഞാൻ ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഞാൻ എൻ്റെ 2 മക്കളുടെയും TC വാങ്ങി ഞങ്ങൾ ഹോം സ്കൂളിംഗ് ആക്കിയിട്ടില്ല. ഇപ്പോൾ 2 മക്കളും സ്കൂളിൽ പോകണല്ലോ, വീട്ടിൽ നിന്നിട്ട് ഹോം സ്കൂളിംഗ് പഠിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് DNA ടെസ്റ്റ് എടുക്കണമായിരുന്നു. കാരണം അവൻ്റെ പിതാവ് ഞാനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ അവനും ചെങ്ങോട്ടാ പോകണം, ഞാൻ ഇങ്ങനെ DNA ടെസ്റ്റിന് പോകുന്നതാണ്, ഞാൻ നിൻ്റെ ഉപ്പയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവനെ അതെന്ത് പപ്പ എൻ്റെ പപ്പയല്ലേ? ഞാൻ അതല്ല, നമുക്ക് കോടതിയിൽ നമുക്ക് തെളിയിക്കണം, അതിനൊരു ഇതുണ്ട്. അല്ലല്ല പപ്പ എൻ്റെ പപ്പ തന്നെയാണ്, ബ്ലഡ് നമ്മളൊക്കെ ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അവനത് ഫീൽ ആവാൻ തുടങ്ങി. പക്ഷേ ഈ ഒരു സ്ത്രീ ഇതിന് മുന്നേ ഇവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. അത് വെറുതെ തന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിന് പകരം ഇവൻ എനിക്ക് വേണ്ട, ഇവൻ്റെ ഇനി അങ്ങോട്ടേക്ക് ഇവൻ്റെ ഉത്തരവാദിത്വം മുഴുവനും എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട എഗ്രിമെൻ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം അന്ന് പണത്തിന് വേണ്ടി മകനെ ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ് പിന്നീട് ഈ മകൻ്റെ പേരിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നത്. എനിക്കെതിരെ ആരോപണം വന്നപ്പം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. പക്ഷേ ആരോപണം തെളിഞ്ഞ് ഞാൻ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ഒരു മാധ്യമം പോലും ഒരു റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം, അവർക്ക് ഒരാളെ കുറ്റവാളി ആക്കുമ്പോഴാണ് റീച്ച് ഇടുന്നത്, കുറ്റവിമുക്തനായിക്കഴിഞ്ഞ് റീച്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ കാഷ്വലായിട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഈ ഒരു വാർത്ത എങ്ങനെ ഫേസ് ചെയ്തത്? ലൈഫിൽ നമുക്ക് എന്ത് ഇഷ്യൂ വന്നാലും നമ്മളത് കെയർ ചെയ്യാറില്ല. ഞാനിപ്പം പല യാത്രകൾ ചെയ്യുമ്പോഴും നമ്മൾ പലതരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. ചില രാജ്യങ്ങളിൽ നമ്മൾ ചിലപ്പം അവരുടെ ഇമിഗ്രേഷൻ്റെ കീഴിൽ നമ്മൾ ഇപ്പം ഇറാനിലൊക്കെ ഞാൻ അണ്ടർവെയറിൻ്റെ പുറത്ത് 9 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ട്. ചില മിലിറ്ററിയുടെ അടുത്തായിരിക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ലോക്കായിപ്പോവും, വണ്ടി കംപ്ലൈൻ്റ് ആയിപ്പോവും. അപ്പം അഡ്വഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള പല നിമിഷങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുല്ലുപോലെ, എൻ്റെ ഭാഷ പറഞ്ഞ ഒരു കോമഡി ആയിട്ട് ഞാൻ എടുക്കാറുള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ജീവനല്ല, ഇവിടെ പണയം വെക്കുന്ന നമ്മുടെ മാനമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് അഭിമാനമാണ്. അപ്പം നമ്മുടെ അഭിമാനത്തിനെതിരെയാണ് ഒരു ആരോപണം വന്നത്. അപ്പം ഇതിൽ ആരോപണം ഉന്നയിച്ച വ്യക്തിയാണെങ്കിൽ ഇതേ സ്വഭാവത്തിലുള്ള കേസ് മുന്നേയും കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കല്യാണം കഴിക്കുന്നു, ആ കല്യാണം കഴിച്ചു, നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിലൂടെ പോകുമ്പം പെട്ടെന്ന് ആ കല്യാണത്തിൽ നിന്നും ഓപ്പോസിറ്റ് ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നമ്മുടെ പങ്കാളി പിന്മാറുന്നു. അവർ അതിൻ്റെതായ രീതിയിൽ ഒരു റീസൺ ഉള്ളതുകൊണ്ട് പിന്മാറിയിട്ട് പോകണം. ആ പിന്മാറിയിട്ട് പോയി അങ്ങനെ പോകണം. പക്ഷെ അവരങ്ങനെ പോവാതെ പിന്നെയും പലപ്പോഴും നമുക്കെതിരെ കേസ് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്നും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് ഇങ്ങനെ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ ഇത്രയും വലിയൊരു പോക്സോ പോലുള്ളൊരു കേസ് കൊടുത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഓക്കെ. ഇപ്പം മല്ലു ട്രാവലർ ഈ കേസിന് പിൻപ് നോക്കുകയാണെങ്കിൽ ഇപ്പം മല്ലു ട്രാവലർ എന്താണ്? ശരിക്കും ഈ കേസുകൾ വന്നത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ എൻ്റെ ലൈഫ് ഒരു സ്വകാര്യമായിട്ട് ഞാൻ എന്താ പറയുക, അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ. പക്ഷെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടാമത് വ്ളോഗിങ് എന്നതായിരുന്നു അതിന് മുന്നേ എൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മൊത്തം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുത്തു. കാരണം എനിക്ക് തോന്നി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് മാറിയിരിക്കുന്നതാണെന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി, ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഒരു ബിസിനസ് പരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം 2023-24 കാലഘട്ടങ്ങളിൽ എനിക്ക് പ്രധാനമായിട്ടും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ 24 എന്നുള്ള വർഷം മുഴുവനായിട്ടും എന്ന് തന്നെ പറയാം, ഞങ്ങൾ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് സ്റ്റേബിൾ ആവാൻ തുടങ്ങി. സോ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ശരിക്കും ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയ റവന്യൂ എന്ന് പറയുന്നത് അതായിരുന്നു നമ്മുടെ പ്രധാന വരുമാന മാർഗ്ഗമെങ്കിൽ ഇപ്പം നമ്മുടെ പ്രധാന വരുമാന മാർഗത്തിൻ്റെ ഒരു 10% മാത്രമേ സോഷ്യൽ മീഡിയ വരുമാനമുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഈ 2 കേസുകൾ വന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന വെച്ചാണ്. ഇപ്പം ഡിവോഴ്സ് ആവുന്ന ഒരു പാരൻസ്, അപ്പം അവർ തമ്മിലുള്ള ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെ ആയിരിക്കും. അപ്പം മകനെ ഇത് ശരിക്കും എങ്ങനെയാണ് ബാധിച്ചത്? അവൻ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവനാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ചാനലുകളിൽ ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് അവരെന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എൻ്റെ ഉമ്മാനെ പീഡിപ്പിച്ചു, വേറെ ആൾക്കാരെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെ കുപ്പിയെടുത്ത് ഇങ്ങനെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അവർ ചെയ്തു, ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്ക്സോ മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. എൻ്റെ
പേഴ്സണലി എന്നെ അറിയുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും. കാരണം നമ്മൾ പല സ്വകാര്യ നിമിഷങ്ങളിലും അവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുക ചെയ്യാറ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഞാനത് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പം എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു 10 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് അവൻ്റെ ബുള്ളിങ് വരാൻ തുടങ്ങി. സ്കൂളിൽ എല്ലാവരും നിൻ്റെ ഉമ്മ ഇതല്ല, നിൻ്റെ ഉമ്മ വേറെയാണ്. കാരണം ബയോളജിക്കൽ മദർ വേറെ ആണെങ്കിലും എൻ്റെ ഭാര്യയാണ് അവന് ഉമ്മാനെ പോലെ നോക്കുന്നത്. അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ലൈഫിൽ അവൻ ഉമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ വൈഫിനാണ്. അപ്പം ആ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. കാരണം ഇവൻ സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാർ ബുള്ളി ചെയ്യുമ്പോൾ ഇവൻ വീട്ടിൽ വന്നിട്ട് ഉമ്മ അതെന്താ ഉമ്മയല്ല എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, വേറെ ആളാണ് എൻ്റെ ഉമ്മ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ അത്? അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഞാനും ഭയങ്കര കൺഫ്യൂസ്ഡായി. ഞാൻ ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഞാൻ എൻ്റെ 2 മക്കളുടെയും TC വാങ്ങി ഞങ്ങൾ ഹോം സ്കൂളിംഗ് ആക്കിയിട്ടില്ല. ഇപ്പം 2 മക്കളും സ്കൂളിൽ പോകണല്ലോ, വീട്ടിൽ നിന്നിട്ട് ഹോം സ്കൂളിംഗ് പഠിക്കുന്നത്. ഈ ഒരു റീസൺ കാരണം മാത്രം. പിന്നെ എൻ്റെ മകൻ എന്നുള്ളത് ഒരു നാഷണൽ ലെവൽ ഒരു മോട്ടോക്രോസ് റേസറാണ്. കേരളത്തിൽ തന്നെ 2-3 കുട്ടികൾ മാത്രമേ ഉള്ളൂ മോട്ടോക്രോസ് റേസിൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ ചെയ്യുന്നത്. അതും ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് പോലത്തെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലീഡിങ് ലീഗ്, IPL പോലെ തന്നെയുള്ള ലീഡിങ് ലീഗാണ്. ആ ലീഗിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ റേസറായിരുന്നു എൻ്റെ മോൻ. അവന് 8-9 വയസ്സ് പോലും തികക്കുന്നതിന് മുന്നേ അവൻ ആ റേസിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത മലയാളികളിലും അവൻ മാത്രമേ ഉണ്ടായിരുന്നില്ല. വേറൊരു കുട്ടി ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ, മലയാളിയാണ്. ടാലൻറ്റഡ് ആയ അല്ലെങ്കിൽ അത്രയും ഒരു ഫ്യൂച്ചറുള്ള ഒരു സ്പോർട്ടിൽ റൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ നിയമക്കുരുക്കിപ്പെടുത്തിയിട്ട് അതും അവരില്ലാക്കി. അത് ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെതിരെ അവന് വേണ്ടി കേസ് കൊടുത്തിട്ടും അവൻ്റെ കാര്യത്തിന് കേസ് കൊടുത്തിട്ട് അവരതില്ലാണ്ടാക്കി. പക്ഷേങ്കിൽ ഒരു പൊതുവായ ഒരു ജനങ്ങളപ്പം വിചാരിക്കുമ്പോൾ അതൊരു ബയോളജിക്കൽ മദറല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. പക്ഷേ ഈ ഒരു സ്ത്രീ ഇതിന് മുന്നേ ഇവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. അത് വെറുതെ തന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിന് പകരം എനിക്ക് വേണ്ട, ഇവൻ്റെ ഇനി അങ്ങോട്ടേക്ക് ഇവൻ്റെ ഉത്തരവാദിത്വം മുഴുവനും എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട എഗ്രിമെൻറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് പണത്തിന് വേണ്ടി മകനെ ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ് പിന്നീട് ഈ മകൻ്റെ പേരിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നത്. അതുപോലെ തന്നെ മകൻ്റെ പാസ്പോർട്ട്, ഇപ്പോൾ മാസി ഷാക്കിർ എന്ന് പറഞ്ഞ എൻ്റെ മകൻ്റെ പാസ്പോർട്ടിൽ അവൻ്റെ ബയോളജിക്കൽ മദറിൻ്റെ പേരുണ്ടാവില്ല, രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ആ പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. പണം തന്നാൽ ഞാൻ വന്ന് എവിടെ വേണം ഒപ്പിട്ട് തരാം, ഇതായിരുന്നു അവരുടെ മൈൻഡ്. കാരണം അവനെ സ്കൂളിൽ ചേർക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾക്കോ ചേർക്കുമ്പോൾ അവിടെ ബയോളജിക്കൽ മദറിൻ്റെ ഒരു പേരുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മദറിൻ്റെ പ്രസൻസ് ഇല്ല, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട പാസ്പോർട്ട് ഓഫീസറെ കോഴിക്കോട് പോയി കണ്ടു, സാറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞത് ഈ വ്യക്തി ഫിസിക്കലി കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിൽ വന്ന് അവിടുത്തെ ലെറ്ററിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ, എഴുതി ഒപ്പിട്ട് തരുവാണെങ്കിൽ നമുക്ക് പേര് മാറ്റാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പണം കൊടുത്തു, ഓഫർ ചെയ്തു, വന്നു, സൈൻ ചെയ്തിട്ട് പോയി. അപ്പോഴൊന്നും അവർക്ക് മക്കൾ അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്ന ഒരു വികാരം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ വളർന്നു വരുന്നു. അവരാണെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ലൈഫ് താഴേക്ക് പോകുന്നു, ഞങ്ങളുടെ ലൈഫ് ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അവർക്കൊരു അസൂയ ഉണ്ടാവും. അപ്പോൾ ആ അസൂയക്കുള്ളൊരു മരുന്നായിട്ടാണ് അവരെന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു കേസ് കണ്ടത്. ഇങ്ങനെ കേസ് കൊടുത്താൽ ഞാൻ തകരുമെന്ന് അവർക്കറിയാം. ആരോപണം ഉന്നയിച്ചു, അത് മീഡിയാസിൽ പോയി കംപ്ലീറ്റ് ആയിട്ട് അത് വൈറലാക്കി. പിന്നെ എല്ലാവർക്കും ശത്രുക്കളുണ്ടാവും. എനിക്കിപ്പോൾ 67 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് ഡബിൾ ശത്രുക്കൾ എനിക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ഏറ്റുപിടിച്ചു. അങ്ങനെയാണ് ശരിക്കും ഈ കേസ് ഇത്ര ഒരു വലിയൊരു വിവാദത്തിലേക്ക് വന്നത്. പക്ഷേങ്കിൽ ആ കേസ് നമ്മൾ ഒന്നും പ്രതികരിച്ചില്ല. നമ്മൾ ഈ ഇൻ്റർവ്യൂ ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളത് വളരെ നിയമപരമായിട്ട് നേരിട്ടു. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഇന്നസെൻസ് തെളിയിച്ചു. അങ്ങനെ ആ കേസ് അവിടെ തീർന്നു. ഇപ്പം ഈ ഒരു കേസിൻ്റെ വിധി വന്നിട്ട് ഇപ്പോൾ ഒരു 6 month ആയി. അപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇതിനെക്കുറിച്ചൊരു ട്രാവൽ സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്കെതിരെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കെതിരെ ഒരാളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം തെളിയുന്നത് വരെ എനിക്കതിനെ ന്യായീകരിക്കാൻ, അതിനെപ്പറ്റി സംസാരിക്കാൻ അവകാശമില്ല. നിയമപരമായിട്ട് എനിക്കതിന് അവകാശമില്ല. അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അവരെല്ലാ ചാനലുകളിലും പോയി ഇൻ്റർവ്യൂ കൊടുക്കും, നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞ് എല്ലാ ചാനലുകളിലും മല്ലു ട്രാവലർ അങ്ങനെയാണ്, പീഡന കേസിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പോക്സോ കേസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാ ഗൂഗിളിലും അവിടെ ഇവിടെ ഒക്കെ എല്ലാത്തിലും ഗൂഗിൾ എവിടെയും മല്ലു ട്രാവലർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരാൻ പോകുന്നത് പോക്സോ കേസായിരിക്കും. ഈ രീതിയിൽ അവർ വൈറലാക്കും. അങ്ങനെ നമ്മൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ കേസ് ജയിച്ചു. കേസ് ജയിച്ച് കേസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത് എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു. കാരണം ഉടനെ ഇവർ അടുത്ത കേസ് കൊണ്ട് ഫയൽ ചെയ്തു, ഡിഫോമേഷൻ കേസ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവർ ഒരു കേസ് കൊടുത്തു, ആ കേസിൽ ഞങ്ങൾ ജയിച്ചു. ആ ഞങ്ങൾ ജയിച്ച വിവരം ഞങ്ങൾ പബ്ലിക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴും നമുക്കെതിരെ ഇവർ പിന്നെയും അടുത്ത നിയമമായിട്ട് വന്നു.
ഇനി ഈ കേസ് തീരുന്നവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു നിയമത്തെ ഇങ്ങനെ ഉപയോഗിക്കില്ല വരും. ഒരു വ്യക്തിയുടെ ലൈഫ് തകർക്കാൻ വേണ്ടിയിട്ട് നിയമത്തെ ഉപയോഗിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊരു ആരോപണം വന്നപ്പം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. പക്ഷേ ആരോപണം തെളിഞ്ഞ് ഞാൻ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ഒരു മാധ്യമം പോലും ഒരു റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം, അവർക്ക് ഒരാളെ കുറ്റവാളിയാക്കുമ്പോഴാണ് റീച്ച് കിട്ടുന്നത്. കുറ്റവിമുക്തനായിക്കഴിഞ്ഞ് റീച്ച് കിട്ടില്ല. അവർ ഒരു റിയലായിട്ട് സത്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ, സത്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? അവർ ചെയ്യേണ്ടത് എന്നെ റിലീസാക്കിയപ്പോഴും അല്ലെങ്കിൽ എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴും അവരെന്ത് ചെയ്യണമായിരുന്നു, വാർത്ത അവർക്ക് കൊടുക്കണമായിരുന്നു. കാരണം റെക്കോർഡിക്കലി കോടതിയിൽ നിന്നുള്ള പേപ്പറോ കാര്യങ്ങളോ എന്താ വെച്ചാൽ അവർ കിട്ടും, ഓർഡറിൻ്റെ കോപ്പിയൊക്കെ അവർ കിട്ടും. അത് വെച്ച് അവർക്ക് പറയായിരുന്നു, ഇങ്ങനെ പറയായിരുന്നു, മല്ലു ട്രാവലറിനെ പോക്സോ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷെ ആരും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മതി, ഏതായാലും ജനങ്ങൾക്ക് സത്യം അറിയാം, ജനങ്ങൾ എങ്ങനെയെങ്കിലും സത്യം അറിഞ്ഞോളൂ, നമ്മളേതായാലും അതിൻ്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. കാരണം പിന്നെയും നമ്മൾ ഇതിൻ്റെ പുറകിൽ ഓടിയിട്ട് നമ്മുടെ എനർജി കളഞ്ഞതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മൂവ് ഓൺ ചെയ്താൽ. അതിനാണ് മൂവ് ഓൺ ചെയ്ത് വിട്ടത്. ഈ കേസിന്റെ കറക്റ്റ് സ്റ്റാറ്റസ് ഇപ്പം ഞാൻ ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കി. അവർ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു തെളിഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ കുറ്റവിമുക്തനാക്കി. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തന്നെ മീഡിയാസിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം നീതിന്യായ വ്യവസ്ഥ ഒരുപാട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള നിരപരാധികളൊക്കെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. പലരും ശ്രമിച്ചിട്ടും പല കള്ളക്കേസുകൾ കൊണ്ടുവന്നിട്ടും എൻഡ് ഓഫ് ദി ഡേ കോടതിക്ക് സത്യം ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള നിരപരാധികളൊക്കെ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോകും.